ഇപ്പോൾ ഈ 4 കുരുന്നു ശരീരങ്ങൾ ഖബറടക്കത്തിനായി ഖബർസ്ഥാനിലേക്ക് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ 4 പേർ, കരിമ്പ ചെറുളി ചെട്ടേത്തൊടി വീട്ടിൽ റഫീഖിൻ്റെ മകൾ റിദ, പള്ളിപ്പുറം വീട്ടിൽ അബ്ദുൽ സലാമിൻ്റെ മകൾ ഇർഫാന ഷെറിൻ, കവുളേങ്ങൽ വീട്ടിൽ സലീമിൻ്റെ മകൾ നിദ ഫാത്തിമ, അത്തിക്കൽ വീട്ടിൽ ഷറഫുദ്ദീൻ്റെ മകൾ ആയിഷ. 13 വയസ്സുള്ള കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ച് നടന്ന കുഞ്ഞുങ്ങളുടെ അവസാന യാത്രയും ഒരുമിച്ചാകുന്നു. ഹൃദയഭേദകമായ കാഴ്ചകൾ കരിമ്പനക്കൽ ഹാളിൽ. ഈ കുഞ്ഞുങ്ങൾ അവർ മദ്രസ പഠിക്കുന്ന കാലം തൊട്ട്, തീരെ കുഞ്ഞു കുട്ടികളായിരുന്ന കാലം തൊട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരേ സ്കൂളിൽ പഠിച്ച് ഒരുപോലെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് എല്ലാ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും പങ്കിട്ട ഈ കുരുന്നുകൾ ഒരുമിച്ചാണ് മടക്കവും. എങ്ങനെ അവരുടെ മാതാപിതാക്കൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആര്യ, ഒരു നാട് തന്നെ തേങ്ങുകയാണ്. പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം മദ്രസയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മദ്രസ മുതൽ എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ പ്രായം മുതൽ തന്നെ ഒരുമിച്ച് സുഹൃത്തുക്കളായി എപ്പോഴും ഒരുമിച്ചാണ് ഇവർ സ്കൂളിലേക്ക് പോയിരുന്നതും തിരികെ വന്നിരുന്നതും. സാധാരണ ഈ വഴി ആയിരുന്നില്ല അവർ വീട്ടിലേക്ക് പോകുന്നത്. ഈ അടുത്താണ് അവിടെ ദേശീയപാതയ്ക്ക് അല്പം വീതി കൂട്ടിയത്. അതിനുശേഷമാണ് ഈ ദേശീയപാതയിലൂടെ അവർ വീട്ടിലേക്ക് പോയി തുടങ്ങിയത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് വെറും 300 മീറ്റർ ദൂരം മാത്രമാണ് അവരുടെ വീടുകളിലേക്ക് ഉണ്ടായിരുന്നത്. ആ 300 മീറ്റർ കൂടി അവർ താണ്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അവർ നമുക്കൊപ്പം ചിരിച്ച് കളിച്ച് ഈ സമയത്ത് ഒരു പക്ഷേ പരീക്ഷ എഴുതിയേനെ ആ സ്കൂളിലിരുന്ന്. ആ 4 കുഴികൾ നമുക്ക് അവിടെ കാണാം. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം നടന്നു. ഈ കരിമ്പനക്കൽ ഹാളിൽ മയ്യത്ത് നമസ്കാരം നടന്നു. മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഖബറടക്കത്തിനായി ഈ 4 കുരുന്നുകളുടെയും മൃതദേഹങ്ങൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, അതിൻ്റെ തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.